ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമിക്കോം കേരള. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു അടിപൊളി ബട്ടർ പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 3 തക്കാളി വലുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുക. 3 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടർ പനീർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സവാളേനേക്കാളും കൂടുതലായിരിക്കണം തക്കാളി. അതുപോലെ തന്നെ വലിപ്പമൊക്കെ നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞാൽ മതി, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഞാനിവിടെ ഒരു ചെറിയ കൈപ്പിടി കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് കറുകപ്പട്ടയാണ്. ഇവിടെ ഞാൻ ചെറിയ 3 കഷ്ണം കറുകപ്പട്ടയാണ് എടുത്തേക്കണേ. പിന്നെ ഒരു 3 ഏലക്ക, 4 ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസും ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട്, സ്പൈസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണത് മെൽറ്റായ ബട്ടർ അല്ല. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണിൽ കൂടുതലുണ്ട്. നിങ്ങളുടെ അടുത്ത് മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് അടച്ച് ഒരു 15-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതപ്പോൾ അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ തക്കാളിയെല്ലാം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മളിങ്ങനെ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ മിക്സിയുടെ ഒരു ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ആ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മസാല മൊത്തം ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിലേക്ക് ഒഴിക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് വളരെ ഫൈനായിട്ടുള്ള പ്യൂരിയാണ്, നല്ല തിക്കുമാണ്, അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനി അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇവിടെ ഇതൊരു 500 ഗ്രാം പനീർ ഉണ്ടാവും. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ പനീർ നമുക്കൊന്ന് ബട്ടറിൽ വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചി ഒന്ന് നന്നായി വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പനീറെല്ലാം ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പനീർ നമ്മൾ ഒത്തിരി ഇട്ട് മിക്സ് ചെയ്യരുത്, ചെറുതായിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഷാലോ ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ പനീർ ഇവിടെ ഷാലോ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ആ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശായിട്ട് ആ ഗ്രേവി ചേർത്ത് നമുക്ക് പനീർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഈ കറി എത്ര ക്രീമിയാണ്, അതുപോലെ എത്ര ഫൈനായിട്ടുള്ള ഗ്രേവിയാണെന്ന്.
അപ്പോൾ നമ്മൾ ഗ്രേവി ഒഴിച്ച് ഗ്രേവി ഒന്ന് തിള വന്നു. ഈ സമയം നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് തിക്കായിട്ടുള്ള ഗ്രേവിയാണിത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് മേത്തി പൗഡറാണ്. അതായത് നമ്മുടെ ഉണങ്ങിയ ഉലുവയുടെ ഇല പൊടിച്ചതാണിത്. ഇത് ഞാനിവിടെ ഉലുവ ഇല വാങ്ങിച്ച് ഉണക്കി പൊടിച്ച് വെച്ചേക്കണതാണ്. ഇത് ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ കറിക്കൊരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കില്ലേ, ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് ഈ പൗഡറും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ്. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറൊക്കെ നിങ്ങൾക്ക് 1-2 സ്പൂൺ ചേർക്കാട്ടോ. കൂടുതൽ ചേർക്കും തോറും കറിക്ക് ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അതിവിടെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നമ്മുടെ കറി ഇവിടെ നല്ല ക്രീമിയാണ്. പിന്നെ ഈ ഒരു കറിക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ വാങ്ങിക്കഴിക്കുന്ന അതേ ഫ്ലേവറും അതേ ടേസ്റ്റുമാണ്. ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ബട്ടർ പനീറിൻ്റെ അതേ രുചിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.